ഹായ് ഫ്രണ്ട്സ്. ബാല്യകാലം എത്ര മനോഹരമായ കാലമാണല്ലേ. ഈ ബാല്യകാലത്തെ ഓർമ്മകൾ എന്നും നമ്മളുടെ കൂടെ ഉണ്ടാവും. വലിയ വലിയ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ കുസൃതികൾ, അതിലും ചെറിയ കള്ളത്തരങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണല്ലോ ബാല്യകാലം മനോഹരമാകുന്നത്. ഒരു സംഭവം ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിൻ്റെ നടുവിലുള്ള ഹാള് വലിയ ഹാളാണ്. ആ ഹാളിൽ കുട്ടികളെല്ലാം ഇരുന്ന് പഠിക്കാൻ വേണ്ടി അച്ഛൻ ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് റൂമിലിരുന്ന് പഠിക്കാൻ പാടില്ല. കാരണം അച്ഛന് ശ്രദ്ധിക്കണമല്ലോ, കുട്ടികൾ പഠിക്കണുണ്ടോ, ഉഴപ്പുകയാണോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ തന്നെയാണ് പഠനം. അച്ഛൻ വീട്ടിലുള്ള സമയം ഞങ്ങൾ ഭയങ്കര സൈലന്റ് ആണ്. എപ്പോഴും കയ്യിൽ പാഠപുസ്തകം കാണും. അങ്ങനെയൊക്കെയാണ്. അച്ഛൻ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി കളിയും ചിരിയും ഒക്കെ ശകലം ഉണ്ടാവും. ഞങ്ങളെ കൂടെ അമ്മയും കൂടും. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ രീതി. അപ്പൊ ഒരു നാള് അച്ഛൻ പുറത്തു പോയി എന്നുള്ള ധാരണയിൽ ഞാൻ എൻ്റെ പഠനമേശയുടെ അരികിലെ ജനൽ കമ്പിയിൽ പിടിച്ച് ഞാൻ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അച്ഛൻ ഫ്രണ്ട് ഹാളിൽ കൂടി പാസ് ചെയ്യുന്നു. അച്ഛനെ കണ്ടത് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അച്ഛൻ ഒടും തന്നെ എന്നോട് ചോദിച്ചു, മോൾ എന്ത് ചെയ്യാണ് എന്ന് ചോദിച്ചു. അച്ഛനെ കണ്ടതും ഈ ചോദ്യം കൂടി കേട്ടതും ഞാൻ വേഗം മേശമേൽ കൈവച്ചു, ഒരു പാഠപുസ്തകം എടുത്തു, അച്ഛനെ കാണിച്ചിട്ട് ഞാൻ പഠിക്കുകയാണ് അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ ആ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നിട്ട് ഒന്ന് പിന്നോട്ട് വീണ്ടും വന്നു. നിന്റെ കയ്യിൽ ഏത് പാഠപുസ്തകമാണ് ഇരുന്നത്? പുസ്തകം തല തിരിച്ചാണോ വെച്ച് പഠിക്കുന്നത് എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വേഗം അമ്മേ അമ്മേ എന്ന് ഉറക്കെ നിലവിളിച്ചു. അമ്മ ഓടി പാഞ്ഞെത്തി. അമ്മ എന്തു പറ്റി? ഞാൻ പറഞ്ഞു, ഈ അച്ഛന് കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട്, എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കൂ, ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കൂ എന്ന് പറഞ്ഞു. അമ്മ ഉടൻ തന്നെ അച്ഛനുമായിട്ട് സംഭാഷണം തുടങ്ങി. അച്ഛൻ പറഞ്ഞു, ശരി, ഉടൻ തന്നെ ഡോക്ടറെ കണ്ടു കളയാം എന്ന് അച്ഛനും പറഞ്ഞു. അങ്ങനെ എല്ലാം ഒരാഴ്ചക്കുള്ളിൽ നടന്നു. അച്ഛൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ കൺ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ലെൻസ് ഉടൻ തന്നെ മാറ്റണം, മാറ്റേണ്ട സമയം കഴിഞ്ഞു, എപ്പോഴോ മാറ്റേണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന് പുതിയ ലെൻസും ഫ്രെയിമും ഒക്കെ കിട്ടി, പുതിയ കണ്ണട കിട്ടി. അച്ഛൻ ആ കണ്ണടയും വെച്ച് ഒരു ചെറു പുഞ്ചിരിയോടെയും എന്നാലും ഒരു ചെറിയ ചമ്മലോടെയും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സ് അവിടെ അച്ഛനെ കാണാൻ വരുമായിരുന്നു. അപ്പൊ അവരോടൊക്കെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ ഇളയ മോള് മിടുക്കിയാണ് കേട്ടോ, എൻ്റെ ഈ പുതിയ കണ്ണടയുടെ കാരണക്കാരി അവളാണ്, എൻ്റെ കാഴ്ചക്കുറവ് കണ്ടുപിടിച്ചത് മോളാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വലിയ അഭിമാനത്തോടെ, ഒരു കണ്ണ് ഡോക്ടറായ അഭിമാനം എനിക്കുണ്ടായിരുന്നു. അവിടെ ഞാൻ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അമ്മ ഒരു ചെറു പുഞ്ചിരിയോടെ എന്നെ അടുത്ത് വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, നിന്റെ കയ്യിൽ അന്ന് ഏത് പുസ്തകമാണ് ഇരുന്നത്? കള്ളത്തനം സ്ഥിരം വച്ച് നടത്തരുത്, ഈ രണ്ട് കാര്യവും പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് മനസ്സിലായി അല്ലേ എന്ന് കേട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ പുറം വേദനിക്കണ്ട എന്ന് കരുതി ഞാൻ കൂട്ടുനിന്നു, അത്രയേ ഉള്ളൂ എന്ന് അമ്മ പറഞ്ഞു. പിന്നെ അതുകൊണ്ട് അച്ഛനൊരു ഗുണവും കിട്ടി, ഇപ്പോഴെങ്കിലും ലെൻസ് മാറ്റിയല്ലോ എന്നും അമ്മ പറഞ്ഞു. ഞാൻ ആകെ വെളുത്തുപോയി. എൻ്റെ കയ്യിൽ ഏത് പുസ്തകമാണെന്ന് ശരിക്കും എനിക്കും അറിയില്ലായിരുന്നു. ഞാനപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച കാര്യങ്ങളായിരുന്നു അതെല്ലാം. പക്ഷെ എൻ്റെ അമ്മ കണ്ടുപിടിച്ചു. അതാണ് അമ്മമാരല്ലേ, ഏത് സമയവും നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു മാലാഖയെ പോലെ നമ്മുടെ അടുത്ത് ഓടിയെത്തും. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അല്ലേ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ആ ദിവസം തന്നെ നിങ്ങളോട് ഇതൊക്കെ എനിക്ക് പങ്കുവെക്കാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട്. നാളെ അടുത്ത ദിവസം സതിയേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾക്ക് അങ്ങനെയാണ് ബർത്ത്ഡേ വരുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ഇന്നും ഇവിടെ കേക്ക് കട്ടിങ് നടന്നു. മോള് നിർബന്ധമായിട്ട് ജയിച്ചു. അങ്ങനെ കുറച്ച് കേക്കൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. ബായ്.